Ready, boss. Please come on. നമസ്കാരം. എന്തരാണല്ലേ ഒത്തിയവാരി? ആരിത്? മാണിക്കോ? അപ്പൊ നമ്മുടെ തട്ടകത്തിലേക്കുള്ള വഴിയോ? അറിയാം. തട്ടയത്തിലോട്ടും തട്ടുംപുറത്തിലോട്ടും ഒക്കെ ആയിട്ട് വഴികളത്ര കിടക്കണം വച്ചു ഈ ഉലകത്തില്. നിന്നാണെന്നാ ഉള്ള പറയാവല്ലേ? നീ പുലിയാണ് കേട്ടാ. വൻ പുലികൾ വന്ന് വാഴുന്ന കാട്ടിലൊരു നരിയെങ്കിലും ആവാതെ പറ്റില്ലല്ലോ അണ്ണാ. പക്ഷേ ഇത് പങ്കം തന്നെ അണ്ണ. കയ്യിൽ തോനെ കായലിടുന്നും വെച്ച് ആരെങ്കിലും സ്വന്തം വാടിയിൽ വാർണിഷ് അടിക്കുക? തലേ കെട്ടാ നാട്ടം തന്നെ ഏട്ടാ. മച്ചു ചെല്ലക്കിളിയായത് കെട്ടിയതാ അതാ ക്യാസ് കേട്ടാ. നീ ചെല്ല്. അത്താണ്. എന്നാ പിന്നെ അക്കം പോയി പോയി. ഈ വരവ് ഞാൻ കുറച്ച് നേരത്തെ പ്രതീക്ഷിച്ചതാ. ഓ തന്നെ. പക്ഷെ എങ്ങനെ മച്ചു വെറും കൈയോടെ വരണത്? പഴയ തോഴന്മാരില്ലേ, അതും പണ്ട് എങ്ങനെയൊക്കെ പിരിഞ്ഞു പോയവര്. എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ടേ വരാ. അതല്ല എൻ്റെ ഒരു മുറ. അപ്പൊ ദാ അടക്കണം മുറ്റ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇറക്കട്ടാ വർക്കിച്ച ആ സാധനം ഇറക്കി കണ്ടു നോക്കി. ഈ ടീമേശ്വരോട്ട് വെച്ചാണി. ഓ ഇത്രയൊക്കെ നമ്മളെ കൊണ്ടുപോക്കൂ. ഞാൻ നമ്മളെ വേറെ എന്തെല്ലാം ഉണ്ട് വിശേഷം? എനിക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. വിശേഷങ്ങളൊക്കെ നിനക്കല്ലേ. അതുകൊണ്ടായിരിക്കും അണ്ണ എന്റെ വിശേഷങ്ങളെല്ലാം അന്വേഷിച്ച് നടക്കുന്നത്. വയസ്സുകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ. ഞാൻ വിസിലടിക്കും, കൈയടിക്കും. എന്നോട് കളിക്കാൻ വന്നാൽ ചിലപ്പോൾ കരണക്കുറ്റിക്ക് പഠിക്കും. അതെന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നീ എന്തൊക്കെയാണ് ചെയ്യാൻ പോണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. താണ്ടേ ഇത് നമ്മളെ ലാസ്റ്റിലത്തെ അഭിമുഖ സംഭാഷണമാണ് കേട്ടാ. ഇതിൽ ത്വാർത്തുമുണ്ട് പൊത്തി ഞാൻ അങ്ങോട്ട് ഉറപ്പിക്കണം നമ്മളെ കച്ചവടം. അതല്ല കൊസറാക്കുള്ളി അടിച്ച് നീ നേരത്തെ പറഞ്ഞ മാറ്റം തിരിക്കാട്ട് ഇറങ്ങുന്നുണ്ടല്ലോ. ഈ ത്വാർത്തുമുണ്ടിന് പറ ഞാൻ ക്വാടിമുണ്ട് കൊണ്ടുവരും നിന്റെ ഒടുക്കലത്തെ കച്ചവടം ഉറപ്പിക്കാൻ. മച്ചു മാട വേണ്ട ഏട്ടാ, തടി കേടാവും. അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. കേടാകും. അത്താണ്. വർഗിച്ച യവൻ പുലിയാണ് ഏട്ടാ. നമ്മൾ ഒരു വരവൂടെ വരേണ്ടി വരും. പറയാതെ അറിയാതെ നീ പോയതല്ലേ, മറുവാക്ക് മിണ്ടാഞ്ഞതല്ലേ.